ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ തവണ നമ്മൾ അപ്പുവിന്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമുക്ക് പാലക്കാടുള്ള രാജു ചേട്ടന്റെ റൈസ് മില്ലിലേക്കൊന്ന് പോയാലോ. രാജു ചേട്ടനൊരു വലിയ മില്ലുണ്ട്, പക്ഷെ പുള്ളി ആകെ സങ്കടത്തിലാണ്. മില്ല് നന്നായി ഓടുന്നുണ്ട്, പക്ഷെ കറണ്ട് ബില്ല് വന്ന് ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നു. സഹികെട്ട് രാജു ചേട്ടൻ KSEBിയിലെ എഞ്ചിനീയറെ പോയി കണ്ടു. അദ്ദേഹം ബില്ല് നോക്കിയിട്ട് പറഞ്ഞു, രാജു, നിങ്ങളെ തോൽപ്പിക്കുന്നത് 3 വില്ലന്മാരാണ്. ഇവരെ തിരിച്ചറിഞ്ഞാൽ പണം ലാഭിക്കാം. കൂട്ടുകാരെ, നമുക്കും പരിചയപ്പെടാം ആ 3 വില്ലന്മാരെ. ഒന്നാമത്തെ വില്ലൻ സമയം, ടൈം ഓഫ് ദി ഡേ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. രാജു ചേട്ടന്റെ മില്ല് LT4 താരിഫിലാണ്. വൈകുന്നേരം 6 മുതൽ 10 വരെ മില്ല് ഓടിച്ചാൽ കറണ്ട് ചാർജ് 9 രൂപയാണ് ഒരു യൂണിറ്റിന്. ഇത് റെഡ് സോൺ ആണ്. പക്ഷെ രാജു ചേട്ടൻ ബുദ്ധിമാനായി. അദ്ദേഹം പണി രാത്രി 10 മണിക്ക് ശേഷമാക്കി. അപ്പോൾ കറണ്ട് ചാർജ് വെറും 6 രൂപ, സാധാരണ വിലയായ 6 രൂപയുടെ 100%. അങ്ങനെ ഒന്നാമത്തെ വില്ലനെ രാജു ചേട്ടൻ മയക്കി. രണ്ടാമത്തെ വില്ലൻ പൈപ്പിന്റെ വലിപ്പം, റെക്കോർഡഡ് മാക്സിമം ഡിമാൻഡ് RMD. എഞ്ചിനീയർ ചോദിച്ചു, രാജു, നിങ്ങളുടെ മില്ലിന് എത്ര കറണ്ട് വേണമെന്നാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്? രാജു പറഞ്ഞു, 50 kVA, കിലോ വോൾട്ട് ആംപിയർ. ഇതിനെയാണ് കോൺട്രാക്ട് ഡിമാൻഡ് എന്ന് പറയുന്നത്. എഞ്ചിനീയർ ചിരിച്ചു, പക്ഷെ മീറ്ററിൽ കാണിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ മാസം ഒരേ സമയം 60 kVA വരെ ഉപയോഗിച്ചു എന്നാണ്. ഇതിനെയാണ് റെക്കോർഡഡ് മാക്സിമം ഡിമാൻഡ് RMD എന്ന് പറയുന്നത്. ഇതൊരു പൈപ്പ് പോലെയാണ് കൂട്ടുകാരെ. രാജു ചേട്ടൻ KSEBിയോട് പറഞ്ഞത് എനിക്ക് 50 വലിപ്പമുള്ള പൈപ്പ് മതി എന്നാണ്. അതിനുള്ള വാടകയെ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടെ 60 വലിപ്പമുള്ള വെള്ളം അതിലൂടെ ഒഴുക്കാൻ നോക്കുന്നു. അപ്പോൾ പൈപ്പ് പൊട്ടില്ലേ? അതുകൊണ്ട് എഗ്രിമെന്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എപ്പോൾ ഉപയോഗിച്ചാലും KSEB വൻ തുക പിഴ ഇടും. അതാണ് രാജു ചേട്ടന്റെ ബില്ല് കൂടാൻ കാരണം. മൂന്നാമത്തെ വില്ലൻ പവർ ഫാക്ടർ. ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. എഞ്ചിനീയർ രാജു ചേട്ടനോട് ചോദിച്ചു, രാജു, ചായയും കാപ്പിയും തമ്മിലുള്ള വ്യത്യാസമെന്താ? കാപ്പിയിൽ നിറയെ പതയുണ്ടാകും, ഫ്രോത്ത്. പത കുടിച്ചാൽ ദാഹം മാറില്ല, പക്ഷെ ഗ്ലാസ് നിറഞ്ഞതായി തോന്നും. കറണ്ടിലും ഇതുപോലൊരു പതയുണ്ട്. ഇതിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ മോട്ടോറുകൾ കറങ്ങുമ്പോൾ അത് കുറച്ച് കറണ്ടിനെ വെറുതെ വലിച്ചെടുക്കും, പക്ഷെ പണിയൊന്നും ചെയ്യില്ല. മീറ്ററിൽ ഇത് 2 തരത്തിൽ കാണാം. RHL, വോൾട്ടേജ് കൂടുന്ന അവസ്ഥ, കപ്പാസിറ്റീവ് ലോഡ്. RHG, ലാഗ്. ഇതാണ് കാപ്പിയിലെ പത. മോട്ടോറുകൾ കറങ്ങുമ്പോൾ കറന്റ് പിന്നിലോട്ട് വലിയുന്ന അവസ്ഥ, ഇൻഡക്റ്റീവ് ലോഡ്. ഇത് രണ്ടും KSEBിക്ക് തലവേദനയാണ്. നിങ്ങളുടെ പവർ ഫാക്ടർ എപ്പോഴും 1.0, അതായത് യൂണിറ്റി ആയിരിക്കണം. അതായത് പതിയില്ലാത്ത ശുദ്ധമായ ചായ. പവർ ഫാക്ടർ 0.95ൽ കുറഞ്ഞാൽ KSEB പിഴ ഈടാക്കും. രാജു ചേട്ടന്റെ മില്ലിലെ പഴയ മോട്ടോറുകൾ കാരണം പവർ ഫാക്ടർ 0.8 ആയിരുന്നു. അതാണ് ബില്ല് വല്ലാതെ കൂടാൻ കാരണം. ക്ലൈമാക്സ്, രാജു ചേട്ടന്റെ പരിഹാരം. എഞ്ചിനീയറുടെ ഉപദേശപ്രകാരം രാജു ചേട്ടൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒരു കപ്പാസിറ്റർ ബാങ്ക് വെച്ചു. ഇത് മോട്ടോർ ഉണ്ടാക്കുന്ന ലാഗിനെ ഇല്ലാതാക്കി പവർ ഫാക്ടർ 1.0യിലേക്ക് എത്തിച്ചു. ഇതോടെ പിഴ മാറി. പകരം KSEBിയിൽ നിന്ന് ഇൻസെന്റീവ് കിട്ടാൻ തുടങ്ങി. എല്ലാ മോട്ടറും കൂടി ഒരേ സമയം ഓൺ ചെയ്യാതെയായി. അതോടെ ഡിമാൻഡ് കുറഞ്ഞു, ഡിമാൻഡ് പിഴയും ഒഴിവായി. ഇപ്പോൾ രാജു ചേട്ടൻ ഹാപ്പിയാണ്. ബില്ല് പകുതിയായി കുറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഓർക്കുക, മില്ലിലെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ സമയം മാത്രം നോക്കാൻ പോരാ, ഡിമാൻഡും പവർ ഫാക്ടറും കൂടി നോക്കണം.